ഇന്ത്യൻ സമയം പുലർച്ചെ 3:27 സുനിതയും സംഘത്തെയും വഹിച്ചുകൊണ്ടുള്ള ഡ്രാഗൺ പേടകം മെക്സിക്കോ കടലിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തത്. കപ്പലിലേക്ക് മാറ്റിയ ഡ്രാഗൺ പേടകത്തിൽ നിന്നും ക്രൂ 9 സംഘം പുറത്തിറങ്ങിയത് 4:25 4-അംഗ സംഘത്തിലെ നിക് ഹേഗാണ് പേടകത്തിൽ നിന്നും ആദ്യം പുറത്തിറങ്ങിയത്. പിന്നാലെ അലക്സാണ്ടർ ഗോർബുനോവ് പുറത്തേക്ക്. മൂന്നാമതായാണ് സുനിത വില്യംസ് ഇറങ്ങിയത്. കൈവീശിയാണ് സുനിത വില്യംസും സംഘവും പുറത്തിറങ്ങിയത്. അവസാനമായി ബുച്ച് വിൽമോറും പേടകത്തിൽ നിന്നും വെളിയിലിറങ്ങിയപ്പോൾ ലോകം ആശ്വാസത്തോടെയാണ് കാഴ്ച കണ്ടത്. തിരിച്ചെത്തിയ ബഹിരാകാശ യാത്രാ സംഘത്തെ വൈദ്യപരിശോധനയ്ക്കായി മാറ്റി. ഫ്ലോറിഡയിലെ ജോസൺ സ്പേസ് സെന്ററിലേക്കാണ് മാറ്റിയത്. യാത്രികർക്ക് ഇനി ആഴ്ചകൾ നീളുന്ന ഫിസിക്കൽ തെറാപ്പിയും മെഡിക്കൽ നിരീക്ഷണവും ഉണ്ടാവും. ഭൂമിയിലെ ഗ്രാവിറ്റിയുമായി ശരീരത്തിന് പൊരുത്തപ്പെടാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. 4 പേരും ആരോഗ്യവാന്മാരാണെന്ന് നാസ അറിയിച്ചിട്ടുണ്ട്. ഇവരെ ഉടൻ തന്നെ കുടുംബാംഗങ്ങളെ കാണാൻ അവസരമൊരുക്കും. ഭൂമിയിലേക്ക് തിരിച്ചെത്തുന്ന സുനിതയ്ക്കും സംഘത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്ക നിലനിന്നിരുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.